നമ്മൾ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൻ്റെ അകത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ്. അതിൻ്റെ മറ്റ് മേനി അടിക്കുന്ന സംസ്ഥാനമാണ്. ഈ പറയുന്ന ആരോഗ്യ പ്രവർത്തകരെ എല്ലാം കൂട്ടി ഒത്തൊരുമിച്ച് കൊണ്ടുപോകേണ്ടത് ഈ പറയുന്ന സർക്കാർ തന്നെയാണ്. അവരെ ആ സമരത്തിന് ഇനിയും ഇന്നും ആ സമരത്തിൻ്റെ മുന്നിൽ വന്നിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സമരം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകുക എന്ന് പറയുന്നതും വലിയ കാര്യമാണ്. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. എന്താണ്? കോവിഡിൻ്റെ സമയത്ത് ഈ പറഞ്ഞ ആശാവർക്കർമാരാണ് ഈ പറഞ്ഞ വീടുകൾ മുഴുവൻ കയറി ഇറങ്ങുന്നത്. അന്ന് മാസ്ക് ഇട്ട് തൻ്റെ അടുത്തോടു കൂടി കയറി ഇറങ്ങാൻ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നിപ്പ കോഴിക്കോട് വന്ന സമയത്ത് ഇവരാണ് കയറി ഇറങ്ങി കാര്യങ്ങളും മരുന്നുകളും സംവിധാനങ്ങളും മുഴുവൻ കൊണ്ടു കൊടുത്തത്. 11 ജീവനുകളാണ് ആ കോവിഡിൻ്റെ സമയത്ത് ആശാവർക്കർമാരെ പൊലിഞ്ഞത്. അതെന്താണ്? അവരുടെ കുടുംബവും അവരുടെ ശൈലിയും അവരുടെ മക്കളും ഭാര്യയും മക്കളും ഭർത്താവിനെയും എല്ലാം ഇട്ട് അവർ പോകുന്നത് ഈ പറയുന്ന ഗവൺമെൻറ് എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളതനുസരിച്ചിട്ടല്ലേ. അവർ പറയുന്ന വേറൊരു കാര്യമുണ്ട്. റിട്ടയേർഡ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഈ പറയുന്ന ആരോഗ്യ സംവിധാനത്തിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു മിനിമം പണം തരിക എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 5 ലക്ഷം. അല്ല, ഞാൻ പറഞ്ഞത് 5 ലക്ഷം കൊടുത്തില്ലെങ്കിൽ സർക്കാർ പരിഗണിക്കുകയും വേണ്ടേ? ഇത് ഇങ്ങനെ ഒരു സംവിധാനമാണ്. വലിയ ജനസംഖ്യയൊന്നും ഇല്ലല്ലോ. 27,000 പേരല്ലേ ഉള്ളൂ. 27,000 പേരെന്ന് പറയുന്നത് എത്രയാണ്? 556 പേര് വർക്ക് ചെയ്യുന്നത് ട്രൈബൽ ഏരിയയിലാണ്.